ൊന്ന് പോകാം. പക്ഷേ നമ്മുടെ ചട്ടിയിൽ നമ്മുടെ ബീഫ് കണ്ടോ. അപ്പം നമ്മൾ ഇന്ന് വെക്കുന്നത് ഇതാണ് ഇന്നത്തെ പ്രത്യേകത. നമ്മൾ ഇന്ന് വെക്കുന്നത് ചട്ടിയിലായിരിക്കും. ഈ പിന്നെ ബീഫ് സാധാരണ നമ്മൾ കുക്കറിലല്ലേ വേവിക്കാൻ വെക്കുന്നത്, പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. പക്ഷേ ഈ ചട്ടി വെക്കുന്ന ടേസ്റ്റ് ഒരു പഴമയുടെ രുചിയാണ്. അപ്പം നമ്മൾ ഇന്ന് വെക്കുന്ന ഇതാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കൊന്ന് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വിത്ത് നമ്മളുടെ തവി. ഇതെന്താ തവിയാണെന്നറിയാവോ? ഇതാണ് നമ്മുടെ ചിരട്ടത്തവി. അപ്പം ചിരട്ടത്തവിയും നമ്മുടെ ചട്ടിയും. അപ്പം ചട്ടിക്കകത്ത് ഇങ്ങനെ കിടന്ന് നമ്മുടെ ഇറച്ചി കണ്ടോ. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചതല്ല, ഇതിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയത് കണ്ടോ. അങ്ങോട്ട് വേവണം, നന്ന വൃത്തിയായിട്ട് വേവണം കേട്ടോ. ഈ വെള്ളം എല്ലാം പറ്റണം, അതാണ് നമ്മുടെ കണക്ക്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടേച്ചാണ് ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി വെച്ചത്. അത് നമ്മളൊരു ശകലം മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ഏറെ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ശകലം പിന്നെ നമ്മുടെ മസാല പൊടിച്ചതിട്ടു. പിന്നെ നമ്മുടെ ഒരു ശകലം പിന്നെ ഉലുവ എന്ന് വേണ്ട അത്യാദി വകാരികളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാമല്ലോ സാധാരണ നമ്മളെങ്ങനെയാണ് ഒരു ബീഫ് ഉണ്ടാക്കുന്നത്. അതിന് സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഇപ്പം കുറച്ച് ഇട്ട് വെച്ചേച്ചാണ് ഇതിപ്പോൾ അങ്ങോട്ട് വേവിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരണം. കണ്ടോ, വെള്ളം കണ്ടോ, ഇത്രയും വെള്ളം കിടക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. അന്നേരമേ അത് വേവത്തുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം കടുവറുത്തത് എല്ലാം കൂടെ നമ്മൾ കുറച്ച് ഉള്ളിയും എല്ലാം കൂടെ തിളയ്ക്കൽ പ്രക്രിയയിലാണ്. ഇത് നമ്മൾ സർക്കിൾ പ്രക്രിയയിലാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ ചട്ടി ബീഫ് സ്പെഷ്യൽ കറിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് നമ്മളുടെ ചട്ടിക്കകത്തിരുന്ന് ബീഫ് ഇങ്ങനെ വെന്ത് വന്നിരിക്കുകയാണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചതല്ല, പക്ഷേ ഇതിനകത്തൊന്നും ഓൾറെഡി വെള്ളമെല്ലാം ഇറങ്ങിയത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ അടുപ്പിൽ നമ്മൾ ഉരുളയാണ് വെച്ചിരിക്കുന്നത്. ഉരുളയ്ക്കകത്ത് നമ്മൾ അങ്ങോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ അടിപൊളി പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. പാരച്യൂട്ട് കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ദേ നമ്മൾ ഒരു പിശുക്കും കാണിക്കുന്നില്ല, നല്ലവണ്ണം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ലവണ്ണം നമ്മൾ ഒരു പിശുക്കും കാണിക്കുന്നില്ല. അതെ, അടിപൊളിയായിട്ട് നല്ല അടിപൊളി കോക്കനട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കോക്കനട്ട് വറവറ വേണം. അപ്പം നമുക്ക് ആ കോക്കനട്ട് വറവറ നടത്താം. ദേ നമ്മുടെ അടിപൊളി ബീഫ് ഇവിടെ പിന്നെ അടിപൊളി ബീഫ് ഇവിടെ കണ്ടോ അങ്ങനെ അങ്ങോട്ട് പറ്റി വന്നിരിക്കുകയാണ് കണ്ടോ. വെള്ളമൊക്കെ പാറ്റി നല്ല സൂപ്പറായിട്ടിരിക്കുക. അപ്പം നമ്മൾ തീയൊക്കെ വെച്ചിരുന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മളിത് ഇവിടെ കണ്ടോ, അവിടെ തന്നെ നമ്മൾ ഇപ്പുറത്ത് നമ്മുടെ കോക്കനട്ടിൻ്റെയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നിർത്തിയിട്ട് അടച്ച് വെക്കാം. ഓക്കെ, ഗ്യാസിനൊക്കെ നമുക്കൊന്ന് അടച്ചാൽ മതി, അതവിടെ ഇരിക്കും. അപ്പോൾ നമുക്കിത് സെറ്റാക്കാം. നമ്മൾ സൈഡിലോട്ട് തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ട് കടുക് പറ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കടുക് പറ നടന്നു, പൊട്ടിയൽ വന്നു. ഇനി നമ്മുടെ ഐറ്റംസ് ആണത്. ഈ പിന്നെ ഇത് കണ്ടോ, നമ്മുടെ എന്താ പറയുക കരിവേപ്പില. ഇത് എൻ്റെ സ്വന്തം തോട്ടം, ഇപ്പോൾ കടയിൽ പോകാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് വെച്ച് നമ്മുടെ ചാട്ടി ബീഫ് സ്പെഷ്യൽ റെഡി. അപ്പോൾ അതേ ഉള്ളി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് വഴന്ന് വരണം. നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിരുന്നില്ലേ നമ്മുടെ തേങ്ങാക്കൊത്ത്, അതിലേക്കാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് അങ്ങോട്ട് സൈഡോട്ട് മാറ്റി വെച്ചേച്ച് നമ്മൾ കടുകിനകത്തോട്ടിട്ടു. പിന്നെ നമ്മൾ എന്തിട്ടു, നമ്മുടെ ഉള്ളി, കൊച്ചുള്ളി ഉണ്ടായിരുന്നു, സവാള ഉണ്ടായിരുന്നു, ഇഞ്ചി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് കറിവേപ്പില ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എത്ര എടുക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി ഇട്ടോ, ഒത്തിരി ഉണ്ടെങ്കിൽ ഇത്തിരി ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സംഭവം നന്നായി. അപ്പോൾ അത് വഴന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ശകല ഉപ്പും കൂടി ഇട്ടു. ഉപ്പൊക്കെ നമുക്ക് ആദ്യമേ ഇടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് വഴന്നു കിട്ടും. അപ്പോൾ ഒരു ശകലം പൊടിയുപ്പും ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയായി. നമ്മളതിനെ ചികഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ മസാല പൊടികളെല്ലാം ഇട്ടിരിക്കുകയാണ് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ടു. അതായത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പിന്നെ ഉലുവപ്പൊടി, എല്ലാം ശകലം മതി കേട്ടോ. അത് നമ്മൾ ഓൾറെഡി ശകലം ഇട്ടതാണ്. ബാക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്നത് വേണം നമ്മളിടാൻ. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി ഇടണം. മെയിനായിട്ട് നമുക്ക് മീറ്റ് മസാലയാണ് ആവശ്യം. അപ്പോൾ അത്
നമ്മളിവിടെ പൊടിച്ചുണ്ടാക്കിയതാണ്, നമ്മുടെ സ്വന്തം സിസ്റ്റർ പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. മായം ചേരാത്ത അടിപൊളി പൊടി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഇതിലിട്ടു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ നമ്മൾ ശകലം ഉലുവാപ്പൊടി, കായപ്പൊടി. കായ ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്ക് കായോ ഉലുവായോ സ്കിപ്പ് ചെയ്യാം, അത് വേണ്ട, അത് ഇടണ്ട. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളൊരു ശകലം കുരുമുളക് കൂടി ഇടണം. കാര്യം നമ്മൾ ബീഫിനകത്ത് നമ്മുടെ താരം എന്ന് പറയുന്നത് കുരുമുളകാണ്. ഓക്കെ, അപ്പം നമുക്ക് തക്കാളി കൂടി ഇടാം. ഈ തക്കാളി വേണ്ട എന്നുള്ളവർക്ക് അതും സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. നമ്മൾ ഈ തക്കാളിയും കൂടി ഇട്ട് വെച്ച് നമ്മളുടെ ഉരുളിയിലെ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ചേർക്കണം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ബീഫ്, അതായത് ചട്ടി ബീഫിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കടുക് വറുത്തെല്ലാം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇത് ഇച്ചിരി കൂടെ വെള്ളം വരണം, ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് കാര്യം. ഇറച്ചിയെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്, എല്ലാം നല്ലതായിട്ട് ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലതായിട്ട് പിടിച്ച് വരണം. ഞാൻ ഇച്ചിരി കൂടെ വെള്ളം കൂടെ ഇച്ചിരി കൂടെ ഒഴിക്കണം, കാര്യം നമ്മളിത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അപ്പോൾ ഇത് ഗൈസ്, നാവിൽ കൊതിയൂറും ചട്ടി ബീഫ് കറി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഗൈസ്, ഇതാ റെഡി ആയിരിക്കുന്നു നമ്മളുടെ അപ്പവും നമ്മളുടെ ചട്ടി ബീഫ് സ്പെഷ്യൽ കറിയും. ഓ മൈ ഗോഡ്, എന്താണ് ഒരു സൂപ്പർ, കാണാൻ തന്നെ എന്താ ഒരു ലുക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് കഴിച്ചു നോക്കാം നമ്മളുടെ കൊതിയൂറും ചട്ടി ബീഫ് കറിയും അപ്പവും. ഓക്കെ, എന്തൊരു കിടിലോ ടേസ്റ്റാന്നറിയോ. നമ്മളാ ചട്ടിക്കകത്ത് വെച്ചതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക, നിനക്ക് തരാം, ഒരു പ്രത്യേക ടേസ്റ്റാണ്.